സംസ്ഥാനത്ത് അടുത്ത വർഷം പുറത്തിറങ്ങുന്ന പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ തന്നെ വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുണ്ടാകും. പ്രത്യേക പരിഗണന വേണ്ട. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നുള്ള 23 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി സംഘടിപ്പിച്ച ക്യാമ്പിലാണ് കുട്ടികൾ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. മനസ്സിൽ തെളിഞ്ഞ വലിയ ആശയങ്ങൾ കടലാസിലേക്ക് പകർത്തുകയാണിവർ. നിർദ്ദേശം അധ്യാപകരുടേതെങ്കിലും ചിന്തയും വരയും ഇവരുടേത് മാത്രമാണ്. തിരുവനന്തപുരത്തെ SCERT ആസ്ഥാനത്താണ് കുട്ടികളുടെ ക്യാമ്പ്. ഇവിടെ ഈ കുരുന്നുകൾ വരച്ചുവെക്കുന്നത് അവർക്കും സഹപാഠികൾക്കുമുള്ള പാഠപുസ്തകങ്ങളിലേക്കാണ്. 2025 പുറത്തിറങ്ങുന്ന 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ഈ കുരുന്നുകൾ ചായം പകർത്തുന്ന ചിത്രങ്ങളുമുണ്ടാകും. ഞാൻ 4ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ചിത്രം വരച്ചു കൊടുക്കാൻ. ഇത് ഞാൻ വരച്ചാന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ വരച്ച ചിത്രം അവർ കാണുമല്ലോ, അവർ മാത്രമല്ല എല്ലാവരും കാണുമല്ലോ, അതൊരു അഭിമാനമല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് ഇതിൻ്റെ ഡേറ്റും എനിക്ക് സ്കൂളിൽ ടൂറിൻ്റെ ഡേറ്റും ഒരേ ടൈമിലായിരുന്നു. അന്നേരം എന്നോട് ടീച്ചേഴ്സൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, നിൻ്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ചിത്രരചനയിലും ജലച്ചായത്തിലും പ്രതിഭകളായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. കുട്ടികൾ കുറേ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിൽ പല കുട്ടികളോടും നമ്മൾ പല ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മികച്ചു നിൽക്കുന്ന ഒരു ചിത്രം തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ ആ പാഠപുസ്തകങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കും. അതോടൊപ്പം തന്നെ ആ ചിത്രം ആരുടെയാണോ ചിത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ കുട്ടിയുടെ പേര് സ്വാഭാവികമായിട്ടും നമ്മുടെ പാഠപുസ്തക രചനാ സമിതി അംഗങ്ങളുടെ കൂടെ അതും കൂടെ പ്രിൻ്റ് ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. SCERT എന്ന സ്ഥാപനം എപ്പോഴും ഒരു അക്കാദമികമായിട്ടുള്ള വിദഗ്ധർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു എന്നുള്ള നിലയിൽ നിന്നും കുട്ടികൾക്ക് കൂടി ഇതിലേക്ക് കടന്നു വരാനും നമ്മുടെ പഠന പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അവരും കൂടെ പങ്കാളികളാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ വർഷം പുറത്തിറങ്ങിയ 1, 3, 5, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലും വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.